എനിക്ക് പറ്റിയൊരു തെറ്റ് നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം അത്രയും മനസ്സ് മരവിച്ചു, ചടച്ചുപോയി. യൂട്യൂബ് ചാനൽ നിർത്തിപ്പോയാലോ വരെ എന്ന് ആലോചിച്ചു. ഈ ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ളത് ഒരു അവസാന പ്രതീക്ഷയാണ്. ഹായ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം. കാരണം ചെയ്ത മേഖലകളൊക്കെ ആണെന്ന് വെച്ചാൽ പരാജയം മാത്രമാണുള്ളത്. ഏതൊരു മേഖലയും ഞാൻ കൈവച്ചോ അതൊക്കെ എനിക്ക് പരാജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്താണ് എന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ എന്നുള്ളൊരു ചിന്ത എൻ്റെ കയ്യിൽ വന്നത്. അങ്ങനെ ചാനൽ തുടങ്ങി. വലിയ എന്താ പറയുക, ഫോളോവേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കണ്ടന്റ് ഇടുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ചെയ്തു പോകുന്ന സമയത്താണ് ഓരോ വീഡിയോസിനും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില വ്യൂസ് വരുന്ന സമയത്ത് ഇനിയും ചെയ്യണം എന്നുള്ള രീതിയിൽ പ്രതീക്ഷകൾ മുന്നോട്ട് വരുന്നു, നമ്മൾ ഓരോന്ന് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എന്താ പറയുക, യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ച രീതിയിലല്ല എനിക്ക് കിട്ടിയൊരു റിപ്ലൈ. മീൻസ് ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നില്ല. 1K സബ്സ്ക്രൈബർ കഴിഞ്ഞു, ഇപ്പോൾ 2K കഴിഞ്ഞു, വാച്ച് അവർ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. പക്ഷേ എന്താ പറയുക, പ്രതീക്ഷ ഓരോ ദിവസവും കൈവിട്ട് പോകുന്ന രീതിയിലാണ് ഈ മോണിറ്റൈസേഷൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന റിപ്ലൈ. കാരണം അത്ര എളുപ്പമല്ല ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം. പലർക്കും വിചാരിക്കും ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ട് കുറേ വീഡിയോസ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്താലൊക്കെ സെറ്റായി പൈസ കിട്ടും എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട്. ഇന്ന് യൂട്യൂബിൽ സക്സസ് ആയ പല ആളുകൾക്ക് പിന്നിലും ഒരുപാട് കാലത്തെ പ്രയത്നം ഉണ്ടാകുന്നത് 100% ഉറപ്പാണ്. കാരണം ഞാനിത് അനുഭവിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം പറയുന്നുള്ളൂ. ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തിപ്പോയാലോ എന്ന് വരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായി. കാരണം വെറുത്തുപോയി. പക്ഷെ എന്നാലും ഒരു പ്രതീക്ഷ, ആ ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് വീണ്ടും ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഫസ്റ്റ് ടൈം ഞാൻ വീഡിയോ ചെയ്തു, 1K സബ്സ്ക്രൈബർ ആയി, വാച്ച് അവർ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി. ഞാനത് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്ലൈ സമയത്ത് എനിക്ക് തോന്നുന്നൊരു 1 മന്തിനടുത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റിൽ 1 മന്ത് വെയിറ്റ് ചെയ്തു. എന്താ പറയുക, ആ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നൊരു റിപ്ലൈ എന്ന് പറയുന്നത് റിജക്ഷൻ ആയിരുന്നു. മോണിറ്റൈസേഷൻ ആയില്ല. അതിന് എന്താ നോക്കുന്ന സമയത്ത് റിവ്യൂസ്ഡ് കണ്ടൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പോളിസി ആയിട്ട് ബന്ധപ്പെട്ട എന്തുവാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം വെച്ചാൽ എന്താ പറയുക, ചാനലിൽ ഒരു കോർഡിനേഷൻ ഇല്ലാത്ത പോലെ, ഒരു മിക്സ്ചർ പോലെയായിരുന്നു ചാനലിൻ്റെ ഒരു അവസ്ഥ. കാരണം അതിനകത്ത് എല്ലാം ഉണ്ട്, കടല, പരിപ്പ്, ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഏത് വീഡിയോസിനാണ് വ്യൂസ് കിട്ടുക, അല്ലെങ്കിൽ ഏത് വീഡിയോസാണ് കഴിച്ചിലാവുന്നുള്ള അറിയില്ല, എങ്ങനത്തെ കാറ്റഗറിയിലെ വീഡിയോ ആണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള അറിയില്ല. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഏതൊരു യൂട്യൂബർ സ്റ്റാർട്ടിങ്ങുള്ള ആളുകൾക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. എങ്ങനെ ചെയ്യണം, ഫുഡിൻ്റെ ചെയ്യണം, അല്ലെങ്കിൽ ട്രാവൽ വ്ലോഗ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സുകൾ ചെയ്യണം, ഇങ്ങനത്തെ പല കൺഫ്യൂഷൻ ഉണ്ടാകും. എനിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഗെയിമിൻ്റെ ആയിരുന്നു ചെയ്തത്, PUBG. അങ്ങനെ അത് മാറ്റി പിന്നെ എന്താ പറയുക, കുറേ കാലം അവിടെ അങ്ങനെ ഇട്ടു. പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എവിടെ തുടങ്ങണം എന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, കയ്യിൽ അറിയാവുന്ന കുറച്ച് കുക്കിംഗ് കാര്യങ്ങളൊക്കെ വെച്ചാണ്ട് വീഡിയോ ചെയ്തു. പിന്നെ കുറച്ച് മോൻ്റെ വീഡിയോസ് ചെയ്തു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോസ്. അങ്ങനെ എല്ലാം കൂടി ഇട്ട് കണ്ട് ഒരു മിക്സ്ചർ രൂപത്തിലായിരുന്നു ഈ ചാനൽ. എനിക്ക് തോന്നി അതുകൊണ്ടായിരിക്കും മേ ബി ഇത് മോണിറ്റൈസേഷൻ ആവാത്തത്. ഞാനൊരു ആളായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്തും ആൾ പറഞ്ഞു, എന്താ പറയുക, നമ്മൾ ചാനൽ നോക്കുന്ന സമയത്ത് ചാനൽ ഒരു ബേസ് ഇല്ല. അപ്പം പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളുകൾ, അല്ലെങ്കിൽ തുടങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമുക്ക് ചാനൽ ഒരു തീമോ ഒരു ബേസോ വേണം. കാരണം വെച്ചാൽ എന്തിൻ്റെ ബേസിലാണ് നിങ്ങൾ വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നിങ്ങളുടെ കണ്ടന്റ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ബോധം വേണം. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ ഭാഗത്തുനിന്ന് പറയണം. അങ്ങനെ ഞാൻ എന്താക്കി, ആ വീഡിയോസുകളൊക്കെ 1 by 1 ആയിട്ട് ഓരോന്നോരോന്ന് ഒറ്റയടിക്ക് ഒന്നും ഡിലീറ്റ് ചെയ്യുകയും ചെയ്യരുത്. നിങ്ങൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ തുടങ്ങണം എന്നുള്ളൊരു പിടുത്തം കിട്ടിയില്ലെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ കയ്യിലുള്ള വീഡിയോസ് എല്ലാം കൂടെ എടുത്ത് ഡിലീറ്റ് ചെയ്യരുത്. അത് ചാനലിൽ കിട്ടുന്ന എന്താ പറയുക, ആ ഒരു ഗ്രോത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് 1 by 1 ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു കോലത്തിലാക്കിയെടുത്ത് വീണ്ടും എന്താ പറയുക, അടുത്ത അപ്ലൈ ചെയ്യാൻ 1 മന്ത് വെയിറ്റ് ചെയ്തു. അപ്ലൈ ചെയ്ത സമയത്തും അതും റിജക്ഷനായി. അങ്ങനെ ഫസ്റ്റ് 1 മന്ത് കഴിഞ്ഞ ശേഷം എന്താ പറയുക, ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തു. വീണ്ടും അപ്ലൈ ചെയ്യാനുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് 3 മാസമാണ്. 3 മാസം വെയിറ്റ് ചെയ്ത ശേഷം ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തു. പക്ഷേ അപ്പോഴും വന്ന റിസൾട്ട് എന്ന് പറയുന്നത് റിജക്ഷൻ ആയിരുന്നു. എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല, ആകെ സങ്കടമായി. കാരണം ഒരുപാട് മാസങ്ങളായി ഇതിൻ്റെ പുറകെ നടക്കുന്നു. ഇപ്പം മോണിറ്റൈസേഷൻ ആവാനുള്ള ഒരു കാറ്റഗറികളൊക്കെ ഫില്ലായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അപ്രൂവ് ആകുന്നില്ല എന്നുള്ളൊരു ഭയങ്കര ടെൻഷൻ. ഇപ്പം എന്താണ് പ്രശ്നം എന്നുള്ളൊരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ എന്താ പറയുക, ഞാനത് ഒരാളെ സമീപിച്ച് എന്താ പറയുക, വീണ്ടും അപ്പീൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ അതിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് അപ്പീൽ കൊടുത്തു നോക്കി. അപ്പീൽ കൊടുത്തപ്പോൾ റിജക്ഷനാണ് വരുന്നത്. കാരണം എന്താ പറയുക, പോളിസിയായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുക, എനിക്ക് സംഭവം മനസ്സിലായില്ല. അങ്ങനെ വീണ്ടും എന്താ പറയുക, വീണ്ടും ഒരു 3 മാസം. അങ്ങനെ ഫസ്റ്റ് അപ്ലൈ ചെയ്തു, 1 മന്ത് വെയിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്തു, അത് റിജക്ഷനായി. പിന്നെ 3 മാസം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്തു, അത് റിജക്ഷനായി. വീണ്ടും ഒരു 3 മാസം വെയിറ്റ് ചെയ്തു, ഞാൻ അപ്ലൈ ചെയ്തു, അതും എനിക്ക് റിജക്ഷൻ ആവുന്നു. ആ റിജക്ഷൻ വന്ന സമയത്ത് ഞാൻ വേറെ ആളെ കോൺടാക്ട് ചെയ്തു. ആളായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ആൾ പറഞ്ഞു, ചാനൽ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, എന്താണെന്നുള്ള അറിയില്ല, നിങ്ങൾ ഒന്നും കൂടെ അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഇംഗ്ലീഷിലൊക്കെ, അറിയാൻ പാടില്ലാത്ത ഇംഗ്ലീഷിലൊക്കെ വീഡിയോസൊക്കെ ചെയ്ത് അപ്പീൽ കൊടുത്ത സമയത്തും ഇതന്നെ അവസ്ഥ, റിജക്ഷൻ. അങ്ങനെ മൊത്തത്തിൽ റിജക്ഷൻ കൊണ്ടുള്ളൊരു കളിയാണ് ഇപ്പം എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ.
അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഈ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ ആക്ച്വലി എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതിന് നിങ്ങൾ ഏറ്റവും ബെറ്റർ ഗൂഗിൾ ക്രോമിൽ കൂടെ എന്താ പറയുക YT സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്തിട്ട് അതിൽ കൂടെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ഒരു വെബ് പേജ് അതിൽ കാണാൻ പറ്റും. ഏറ്റവും ബെറ്റർ ഫോണിൽ നമ്മൾ നോക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. ലാപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ആണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ അത് അറിയാൻ പറ്റും. ഞാനത് ക്രോമിൽ കൂടെ കയറി നോക്കുന്ന സമയത്ത് ഒരു സംഭവം കിടക്കുന്നുണ്ട്, എന്താ പറയുക, ഒരു വാർണിംഗ് കിടക്കുന്നുണ്ട്. ഈ ഒരു വാർണിംഗ് കാരണമാണ് എനിക്ക് തോന്നുന്നു ആ ഒരു റിജക്ഷൻസ് ഒക്കെ വരാനുള്ള കാരണം റീയൂസ്ഡ് കണ്ടന്റോ കാര്യങ്ങളൊന്നും അല്ല അവർ പറയുന്നത്, പോളിസി ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സംഭവം കിട്ടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വെള്ളത്തിൻ്റെ മുകളിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്താണ്. വെള്ളത്തിൻ്റെ മുകളിൽ എന്തോ പെട്രോളോ കാര്യങ്ങൾ വെച്ചിട്ട് അതിലേക്ക് ഒരു പയ്യൻ ജമ്പ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോൻ്റെ അകത്താണ് ഈ ഒരു വാർണിംഗ് കിട്ടിയതും യൂട്യൂബ് തന്നെ ഈ ഒരു വീഡിയോ റിമൂവ് ചെയ്തിട്ടുമുണ്ട്. അതായത് നമുക്ക് ഈ കുട്ടികൾ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഇല്ല, അങ്ങനത്തെ വീഡിയോസൊക്കെ വാർണിംഗ് ആയിട്ട് കിടക്കും, അതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ ഒരു വീഡിയോക്ക് വാർണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ റിമൂവ് ആയി ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ എന്താ പറയുക, വീഡിയോ ഓട്ടോമാറ്റിക് റിമൂവ് ആയി ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് പുറകിൽ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി എല്ലാ വീഡിയോസും കയറി നോക്കി ഇതിൽ ഏതെങ്കിലും കോപ്പി റൈറ്റോ കാര്യങ്ങളുണ്ടോ എല്ലാം കംപ്ലീറ്റ് A to Z എല്ലാ വീഡിയോ ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷം ആണ് ഞാൻ വീണ്ടും ഈ ഒരു അപ്പീൽ കൊടുത്തത്. അപ്പീൽ കൊടുത്തപ്പോൾ ഒരു ശേഷം വന്നപ്പോൾ തകർന്ന് ഇനി രക്ഷയില്ല എന്നുള്ളൊരു മൈൻഡിൽ എന്താ പറയുക ആകെ തകർന്ന്. അങ്ങനെ ആ ഒരു തകർന്നിരിക്കുന്ന സമയത്താണ് ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്. ഇങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു വാർണിംഗ് കിടക്കുന്നുണ്ട്. ആ ഒരു വാർണിംഗിൽ നമ്മൾ ട്രെയിനിങ് പോലെ അറ്റൻഡ് ചെയ്യണം. ആ ട്രെയിനിങ് ഞാൻ ചെയ്തിട്ടില്ല. ഏകദേശം എനിക്കൊന്നൊരു 2 മാസം മുന്നേ വന്ന് നടക്കുന്ന ഒരു വാർണിംഗ് ആണ്, ഞാൻ ചെക്ക് ചെയ്തില്ല. അങ്ങനെ അതിനകത്ത് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇനി വീണ്ടും ഒരു 3 മാസം വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ വാർണിംഗ് പീരീഡ് കഴിയുന്നത് 3 മാസം കഴിഞ്ഞിട്ട്, മീൻസ് ഒക്ടോബർ അങ്ങനെ എന്തോ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിലാണ് ഇത് കഴിയുന്നത്. ആ ഒരു സമയം വരെ വീണ്ടും വെയിറ്റ് ചെയ്യണം. ഇത് അവസാനത്തെ ഒരു കാത്തിരിപ്പാണ്. കാരണം ഒരുപാട് തവണ ഇതിൻ്റെ പുറകെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 3 മാസം കൂടി വെയിറ്റ് ചെയ്തിട്ട് അവസാനം കഴിയുന്ന രീതിയിൽ ഒന്നുകൂടെ അപ്ലൈ ചെയ്യണം. അപ്പം ഇനി എന്താണ് റിസൾട്ട് വരിക എന്നുള്ളത് എന്തായാലും പ്രതീക്ഷ കൈവിടുന്നില്ല. നമ്മൾ എന്താ പറയുക ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു വിശ്വാസമുണ്ട്. കാരണം ചെയ്യുന്നത് നമുക്കുള്ളൊരു ഹാപ്പിനെസ്സിൻ്റെ രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഇതിൽ തന്നെയെങ്കിലും മോണിറ്റൈസേഷൻ ആവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പം ഞാൻ നിങ്ങളോട് പുതിയ യൂട്യൂബേഴ്സിനോട് അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. നമുക്ക് ചിലപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ YT സ്റ്റുഡിയോൻ്റെ ആപ്ലിക്കേഷനിൽ ചിലപ്പോൾ കറക്റ്റ് മനസ്സിലാക്കണമെന്നില്ല. എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റാതെ ആയിപ്പോവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ ക്രോമിൽ ലോഗിൻ ചെയ്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഒന്ന് നമ്മൾ ചാനൽ അതിൽ കൂടെ ഒന്ന് വിലയിരുത്തി നോക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അതിൽ കംപ്ലീറ്റ് അവിടെ ഉണ്ടെങ്കിലും കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒന്ന് ശ്രദ്ധിക്കുക. എനിക്ക് പറ്റിയൊരു തെറ്റ് നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഏതൊരാളും ഏതൊരു കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം വീഡിയോ ചെയ്യുന്നത് എന്താ പറയുക പ്രതീക്ഷകൾ കൊണ്ടാണല്ലേ. എന്തെങ്കിലും ഒക്കെ ആവണം, അല്ലെങ്കിൽ എന്തെങ്കിലും വരുമാനം കിട്ടണം, എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ പ്രതീക്ഷകൾ നശിച്ചു പോകുന്ന രീതിയിലായിപ്പോരുത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പറ്റിയ ഒരു പ്രശ്നം നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് മീ സൈനിങ് ഓഫ്.